ഓ ആ മോൻ വന്നിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടില്ല. അവന്റെ ഭാര്യ വീട്ടില്ല. അവൻ ഇന്ന് രാത്രി എന്തായാലും വരും. ഇന്ന് രാത്രി അല്ലെങ്കിൽ നല്ല നാളെ രാവിലെ ഞങ്ങൾക്ക് പോകേണ്ടതാ. എന്തായാലും ഇന്ന് രാത്രി എത്താം അമ്മ എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ ഞാനാ പോകുന്നത്. അത് കഴിഞ്ഞ പ്രസവത്തിന് അവളുടെ അമ്മ പോയി. ഈ പ്രാവശ്യം അവളുടെ അമ്മ പോകുന്നാ പറഞ്ഞത്. പക്ഷെ അവർക്ക് കാല് സുഖമില്ല അത്രേ. അത് കാരണം ഞാനാ പോകുന്നത്. അവൾക്ക് മാസം 6 ആയില്ലേ. ഇനിയിപ്പോ ഒരു എന്തായാലും 2-3 മാസം കഴിഞ്ഞ പ്രസവത്തിന്റെയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ കുഞ്ഞിനൊരു 3-4 മാസം കൊണ്ട് എന്തായാലും ഞാൻ ഇങ്ങോട്ട് വരില്ല. അപ്പൊ എന്തായാലും ഒരു 5-8 മാസം ഞാൻ എന്തായാലും അവിടെ ഉണ്ടാകും. ആ അവിടെ ആകുമ്പോ ഒരു മിണ്ടാനും പറയാൻ ഒരാളായില്ലേ. ഇവിടെ എത്രയെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുക. എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ സംസാരിക്കാനൊക്കെ സമയം കിട്ടുമോ? അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിനുള്ളിൽ ഓരോരോ പണിയും ചെയ്തിരിക്കുക തന്നെ. രാഘവേട്ടൻ എപ്പോഴെങ്കിലും തോട്ടത്തിൽ പണിക്ക് എന്തെങ്കിലും വരുമ്പോൾ ഒന്നും ഇവിടെ വരും. അവർക്കൊരു ചായ കൊടുത്തു. പിന്നെ കഴിഞ്ഞു എൻ്റെ പണി. എന്നാ ശരി കേട്ടോ. കുറെ ഒരുക്കി വെക്കാനൊക്കെ ഉണ്ട്. എന്നിന്ന് രാത്രി വരികയല്ലേ അവൻ. നാളെ രാവിലേക്കുള്ള പാക്കിംഗ് ഒക്കെ ആക്കി വെക്കാം. ഞാൻ എല്ലാം ട്രോളിയിലാക്കി വെച്ചിട്ടുണ്ട്. ശരി, എന്നത്തിരി തിരക്കുണ്ട്. ആ ഹലോ മോനെ. ആ നിങ്ങൾ എപ്പോഴും എത്തുക? എപ്പോ? വൈകുന്നേരമോ? ആ ഭക്ഷണം കഴിക്കാനുണ്ടാവുമോ? ആ അതെന്താ അറിയോ, ഇപ്പൊ രാഘവേട്ടൻ ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ കോഴി വാങ്ങിട്ട് വരാൻ പറഞ്ഞിട്ടാ. നിങ്ങൾ വരുമ്പോഴേക്കും ബിരിയാണി ഉണ്ടാക്കി വയ്ക്കാമ്മ. വേണ്ട, കഴിച്ചിട്ടാ വരുന്നത്? ആ എന്നാ ആയിക്കോട്ടെ. ഓ ഞാൻ എല്ലാം പാക്കിങ് ആക്കി മോനെ. ഞാൻ 2-3 ദിവസം മുന്നേ തുടങ്ങിയിട്ട് ഓരോരോ തുണികൾ ഒക്കെ അലക്കി അലക്കി ആറുന്നതൊക്കെ തുണി ആറാൻ വേണ്ടിയിട്ട് മുഴുവനും ഇസ്ത്രീട്ടും കറക്റ്റ് മടക്കി വെച്ചിട്ടുണ്ട് അമ്മ. ആ പിന്നെ 2-3 ഷർട്ടൊക്കെ അലമാരിലുണ്ടല്ലോ, അതെല്ലാം എടുത്ത് അമ്മ മടക്കി വെച്ചിട്ടുണ്ട് അതിൽ. വേണ്ടില്ല, അവിടെ ഇരുന്നോട്ടെ. ഇവിടെ വെറുതെ ഇട്ടിട്ട് എന്താ കാര്യം? ആ ആയിക്കോട്ടെ. ഒരുപാട് വൈകാൻ നിൽക്കണ്ട കേട്ടോ മോനെ. ഒരു 8 മണി 9 മണി ആകുമ്പോഴേക്കും തിരിച്ചെത്ത്. ശരി മോനെ, ശരി. കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഉപയോഗിച്ചതല്ലേ, അല്ലെങ്കിൽ ഇപ്പം ആരത് ഉപയോഗിക്കുക? അങ്ങനെ കിടക്കുക തന്നെ അവിടെ. ആ രാഘവേട്ടൻ വന്നോ? അതെ, എന്താ ഞാൻ വരാൻ പറഞ്ഞറിയോ? ഇന്ന് മോൻ വരികയല്ലേ? അതെനിക്ക് അറിയില്ല. രാവിലെ നിങ്ങൾ ഫോൺ ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ച മോൻ വന്നിട്ടുണ്ടാന്ന്. എന്തെങ്കിലും വാങ്ങാണ്ട? അതന്നെയാ ഞാൻ വിളിച്ചത് രാവിലെ നേരത്തെ. എന്താ അറിയോ, അവർ രാത്രിക്ക് ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ 1 കിലോ കോഴി വാങ്ങിട്ട് വരാൻ വേണ്ടി വിളിച്ചതാ. നോക്കുമ്പോ കഴിച്ചിട്ടാണ് ഇത്ര വരുന്നത്. നിങ്ങളെന്താ നാളെ അവന്റെ കൂടെ പോവല്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ മോന് വേണ്ട ഉണ്ടാക്കി കൊടുക്കാലോ. അതന്നെയാണ് രാഘവട്ട, എൻ്റെ മോന് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ല ഇഷ്ടമാണ്. കല്യാണം കഴിച്ചിട്ട് ഇവിടെ ആരും ഇരുന്നിരിക്കുന്നു? 2 ആളും പോനേ തന്നെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അമ്മ പോകും വരും, അവളുടെ വീട്ടുകാർ പോകും. അല്ലാതെ ഞാൻ വല്ലത് കണ്ടിട്ടുണ്ടോ? അവരെവിടെ ഇരിക്കണു, എന്താ ചെയ്യണമെന്നൊന്നും. ഇനിയിപ്പോൾ പോയിട്ട് വേണം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരണമെങ്കിൽ. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാനൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ രാഘവട്ട, നിങ്ങൾ കാണുന്നതല്ലേ. മൂപ്പരുണ്ടാകുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും അവിടേക്ക് ഇവിടേക്കൊക്കെ കൂട്ടിയിട്ട് പോകുന്നതാ. ഇപ്പോൾ പോയ പിന്നെ എന്താ എൻ്റെ അവസ്ഥ? ഒറ്റപ്പെട്ടങ്ങ് പോയേ, വല്ലാത്ത വിഷമമായി. ഇപ്പൊ അവൻ വിളിച്ചപ്പോൾ വലിയ സന്തോഷമായി. ഇനി പോയി കുറച്ചൊരു സമാധാനത്തിൽ എല്ലാവരും കൂടെ നിൽക്കാലോ എന്ന് പറഞ്ഞിട്ടേ. മക്കളുണ്ടല്ലോ പിന്നെ പേടിക്കേ, നിങ്ങൾ അവരുടെ കൂടെ പോയി ഇത് സമാധാനത്തിൽ വന്നത്. അതന്നെ രാഘവേട്ട, എൻ്റെ മോനൊരു വിഷമമില്ലാതെ അവിടെ ഇരിക്കട്ടെ സന്തോഷത്തോട് കൂടിയിട്ട്. ഇപ്പൊ അവനുണ്ടായപ്പോഴല്ലേ അമ്മയെ വരും ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അതും കൂടി ഇല്ലാത്ത എത്രയോ ആൾക്കാരില്ലല്ലേ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. അവരുടെ കാര്യമൊക്കെ ആലോചിച്ച് പോകുക ഞാൻ ഇടയ്ക്കൊക്കെ. പിന്നെ ഞാൻ എന്താ പറയാൻ വന്നറിയോ, പിന്നെ നിങ്ങളുടെ ഭാര്യ ജാനകിനെ ഒന്ന് വരാൻ പറയുക. ഇടയ്ക്ക് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഒക്കെ ഒന്ന് തട്ടി അടിച്ച് ഇവിടെ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയി. നിങ്ങളും കൂടെ വന്നോളി, എന്തെങ്കിലുമൊക്കെ ഇത്തിരി അവൾക്ക് സഹായിച്ചു കൊടുക്കാലോ. ഇവിടെ തോട്ടത്തിലെ കാര്യം ഒന്ന് നല്ല പോലെ ഒന്ന് നോക്കണേ. കുറേ വാഴകൾ അവിടെ ഒരുവിധം കുലച്ച് നിൽക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വെട്ടി കൊടുത്തോളെ. പൈസ എൻ്റെ മോള് ഞാൻ വിളിച്ച് പറയാം, അവളുടെ അടുത്ത് കൊടുത്തു വിട്ടാൽ മതി. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ഇവിടുത്തെ ഒരു കാര്യങ്ങൾ മുറ്റമൊക്കെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഈ കറബറോ കിടക്കൻ രാഘവേട്ട. എനിക്ക് ഇതാ പേടി. എവിടെയെങ്കിലും പോയാൽ വീട് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ വൃത്തിയാക്കാൻ 2 ആളും കൂടിയിട്ട് നിങ്ങൾക്കുള്ള ശമ്പളം ഞാൻ കറക്റ്റായിട്ട് അങ്ങ് തരും. അല്ലെങ്കിൽ ഇവിടെ തന്നിട്ട് പോകും, അല്ലെങ്കിൽ പോയിട്ട് എൻ്റെ മോനോട്ട് അയച്ചു തരാൻ പറയാം. ഞങ്ങളുടെ സമ്പളത്തിന്റെ കാര്യമൊക്കെ അങ്ങനെ വീട് സുന്ദരത്തി. നിങ്ങൾക്ക് വീട് നോക്കണല്ലേ, വീട് തോട്ടം നോക്കണം. അത് ഞങ്ങളെ ഏറ്റു. പിന്നെ ഞാനും നിങ്ങളെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു.
അത് ഞാൻ പറയാൻ നിൽക്കുകയായിരുന്നു. പിന്നെ ഇവിടെ ഒരു 10-20 കിലോ 25 കിലോ അല്ലേ നിങ്ങൾ അന്ന് എടുത്തിട്ട് വന്നത്. 5 കിലോ പോലെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവില്ല ചോറ്. ബാക്കി 10-20 കിലോ അരിയുണ്ട്, പച്ചരി, ഉഴുന്ന്, പച്ചക്കറിയും തേങ്ങ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഒരു കാര്യം ചെയ്യും, രാഘവട്ടം പോകുമ്പോൾ ഒന്നിലെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ജാനകി വന്നിട്ടാലും ഒന്നിച്ചെടുക്കില്ല. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഞാൻ വരുമ്പോൾ 1 വർഷം എന്തായാലും ആകും. സാധനങ്ങളൊക്കെ കേട് വന്ന് പോകില്ലേ, അത് നിങ്ങളങ്ങ് കൊണ്ടുപോയിക്കോളി. അതവിടെ ഇരിക്കട്ടെ സമുദ്രത്തെ. ഞങ്ങൾ എന്തായാലും വീട് വൃത്തിയാക്കാൻ പറ്റില്ലേ, അന്നേരം എടുത്തിട്ട് പോവാ. ഇപ്പൊ അവിടെ ഇരിക്കട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഞങ്ങൾ പോകുമ്പോൾ എന്തായാലും നിങ്ങൾ വരുമല്ലോ. പോയ സ്റ്റേഷൻ സാധനങ്ങളെല്ലാം വന്ന് എടുത്തിട്ട് പോയിക്കോളും കേട്ടോ. ഒന്നും അവിടെ വെച്ചിട്ട് പോകരുത്. പിന്നെ അപ്പുറം ഇപ്പുറം ആൾക്കാർ അതൊന്നും നോക്കണ്ട. നിങ്ങളുടെ സ്വന്തം വീട് പോലെ വന്ന് പരിമാറിക്കോളി. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ചോറും കറിയൊക്കെ വെച്ചിരുന്നു കഴിച്ചിട്ട് ഇവിടെ തന്നെ ഇരിക്കാൻ എനിക്ക് അത്രയും സന്തോഷമുള്ളൂ. വീട്ടിലൊരാളായല്ലോ. സുമിതക്ക് ഒരു സമാധാനമില്ല. ഇപ്പൊ വീട് കണ്ടിട്ട് എന്താ ഞാൻ ഇപ്പൊ പോട്ടെ. രാവിലെ നിങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ വരാം. അല്ല അങ്ങനെയല്ലേ, നമ്മൾ വീടില്ലേ, എവിടെ പോയാലും നമ്മുടെ വീട്ടിലെത്തിയാലേ രാഘവേട്ടൻ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ തന്നെ ആയിപ്പോയി. പിന്നെ എന്നാൽ ശരി, നിങ്ങൾ പോയിക്കോളി. ഞാൻ രാവിലെ നേരത്തെ പോകുന്നതിന്റെ 1/2 മണിക്കൂർ മുൻപ് നിങ്ങളെ വിളിക്കാം. പോകുമ്പോൾ കുറച്ച് പൈസ തന്നിട്ട് പോവാം. വീട്ടിൽ താക്കോലും തരണല്ലോ. അന്ന് അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ഞാൻ പോട്ടെ. എന്നാൽ ശരി രാഘവേട്ട, പോയിട്ട് വരും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്ക് 2 ഓടി എത്തും ഭാര്യയും ഭർത്താവും. അതാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും ഒരു സമാധാനം. മോളാ, ഞാൻ അവനാന്ന്. ഇല്ലല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ നീ? എന്താ പറഞ്ഞ? ഹോസ്പിറ്റലിൽ അതെന്തിന്? അത് ആ കുട്ടൻ്റെ അമ്മ അന്ന് വീണില്ലേ, അപ്പൊ കാലിൽ ബാൻഡേജ് ഇട്ടിരിക്കുക. ഒന്ന് അഴിക്കാൻ പോയതായിരിക്കും എല്ലാവരും കൂടെ. ശരി ശരി. അത് ശരി, നല്ലതാ. അപ്പൊ ഇത് അഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കൊരു സമാധാനം ആയില്ലേ. അല്ലെങ്കിൽ വന്ന സമയത്ത് അമ്മ ഇങ്ങനെ ബാൻഡേജ് ഇട്ടിരിക്കുമ്പോൾ അതിനൊരു ബേജാറായിരിക്കേ. വേണ്ട, ഞാൻ നാളെ പോകുമ്പോൾ നീയൊന്നും വരണ്ടായി. പിള്ളേരും തിരക്കും എല്ലാം കൂടി വന്നിട്ട് ഇവിടെ നിൽക്കാൻ സമയം ഉണ്ടാവുമോ? 7 മണിയാകുമ്പോഴേക്കും ഞങ്ങളങ്ങ് പോകും. ആയിക്കോട്ടെ, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം മോളെ. ശരി, നീ രാത്രി സമയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്ക്, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയ ശേഷം വിളിക്കും. ശരി എന്നാ, ശരി. എന്താ സമുദ്രത്തെ ഇവിടെ പോയില്ല? രാഘവേട്ടനോ? ഇല്ല രാഘവേട്ടൻ, ഞാൻ പോയില്ല. അത് മരുമകളുടെ അമ്മ പോയത്ര കൂടെ. മരുമകളുടെ അമ്മനും കൂട്ടി പോയിന്ന? രാഹുൽ എന്ത് പണി ചെയ്ത്? അതപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാണ്ടിരിക്കണ്ടേ? അവര് ഇടക്കിടക്ക് പോകുന്നതല്ലേ, ഇപ്പൊ നിങ്ങളെയല്ലേ കൂട്ടിട്ട് പോണ്ട്? ഈ രാഹുൽ എന്ത് മനുഷ്യനാ? സാരമില്ല രാഘവേട്ട, ഞാനാണ് ഈ അയൽക്കാരോടൊക്കെ പറഞ്ഞു. അയ്യോ, ഇതെന്ത് പണിയത്? ഞാനീ അപ്പഴും പറഞ്ഞു, എന്നോട് ഒന്ന് നോക്കിട്ട് വരുന്നു. ഞാൻ വിചാരിച്ച് പോയിട്ടുണ്ടാവുന്നു. അവരെന്നെ 1 മാസം മുന്നേ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരല്ലേ, ഇപ്പൊ പോകുമ്പോഴൊക്കെ എല്ലാവരോടൊന്ന് പറയാലോ എന്ന് പറഞ്ഞിട്ടേ കാണുന്നവരോടൊക്കെ ഞാനങ്ങ് പറഞ്ഞു ഞാൻ അങ്ങനെ പോകുകയാണെന്നുള്ളത്. ഞാൻ അറിയുന്നില്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നു. സാരില്ല, എനിക്ക് പോയില്ല പറഞ്ഞ ഒരു സങ്കടമില്ല, ഒരു വിഷമവും ഇല്ലാണ്ട്. എൻ്റെ മോൾക്ക് പ്രസവത്തിന് ഒരു വിഷമവും ഇല്ലാണ്ട് നല്ലൊരു തങ്കക്കൊടുത്ത് പ്രസവിക്കട്ടെ, അതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഇനി. അതേ ഉള്ളൂ. പിന്നെ മക്കളല്ലേ, എന്തെങ്കിലും ആയി പോയിക്കോട്ടെ. അവർക്കറിയാം എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കുന്നുള്ളത്. ശരിയെന്ന് രാഘവട്ടം പോയിട്ട് അവിടെ ഇങ്ങോട്ട് വരാൻ പറ. സുമതി അടുത്തേ ഇപ്പൊ ഒരുവിധം മക്കളൊക്കെ അങ്ങനെ തന്നെ. കല്യാണം കഴിഞ്ഞാലേ അവർക്ക് അച്ഛനും വേണ്ട അമ്മയും വേണ്ട, ഭാര്യ വീട്ടുകാർ മാത്രം മതി. എല്ലാ മക്കളൊന്നും അങ്ങനെയല്ലല്ലോ രാഘവട്ട. എത്ര നല്ല നല്ല മക്കളുണ്ട് അച്ഛനും അമ്മനും കൂടെ കൊണ്ട് നടക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോയിക്കോട്ടെ. എന്നാലും വന്നാലൊന്ന് അമ്മമാരിന് വന്ന് കാണുക എപ്പോഴെങ്കിലും ഒക്കെ. അപ്പൊ നമുക്കൊരു സമാധാനമല്ലേ, നമ്മൾ പ്രസവിച്ച് വളർത്തിയ മക്കളല്ലേ ഇവരൊക്കെ. എന്തെങ്കിലും ആയി വരട്ടെ, ആ വിഷമൂലാണ്ട് അവിടെ എത്തട്ടെ. രാഘവട്ടൻ എന്തെങ്കിലും കഴിക്കണോ? ഞാൻ രാവിലെ ആവുമ്പോൾ വരും എന്താ പറഞ്ഞിട്ട് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചായ കുടിച്ചിട്ട് പോവാം. എനിക്ക് ചായ ഒന്നും വേണ്ട, ഞാൻ പോയിട്ട് ജാനു വരാൻ പറയാം. സുമതി അടുത്തേ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അസുഖം വന്നാലേ നോക്കാൻ ആളില്ല, ഇതിലെ മക്കള്. ശരിയാ, കിടപ്പിലായി കഴിഞ്ഞാൽ ആരും നോക്കില്ലെന്ന് എനിക്കറിയാം. എന്തിനാ ടെൻഷൻ അടിക്കണം? ഒരു ടെൻഷനും എനിക്കില്ല. ശരിയെന്ന് രാഘവട്ടം പോയിട്ട് അവിടെ ഇങ്ങോട്ട് വരാൻ പറ.
എന്നപ്പം ഞാൻ പോട്ടെ, എന്തെങ്കിലും ആവശ്യം നീ വിളിക്ക്. ശരി എന്നാൽ പോട്ടെ. ഞാൻ ജാനുവിനെ അയച്ചുവിടാം. വെറുതെ ഓരോ വേണ്ടാത്ത മോഹങ്ങളെ. മൂപ്പരുണ്ടാവുക പറയലുണ്ട്, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കണ്ടാന്ന്. അതൊക്കെ വളരെ കറക്റ്റായി.